അപ്പോൾ യൂട്യൂബിന്റെ ഉദ്ദേശശുദ്ധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. എനിക്ക് അവിടെ വ്യൂസ് കൂടിയെന്നല്ല, മറിച്ച് വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. വളരെയധികം വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോ ഡബിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ, ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ചാനലിൽ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ആരോ ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, മോണിറ്റൈസ് ആയ ചാനലിൽ മാത്രമേ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ കിട്ടുകയുള്ളൂ എന്ന്. പക്ഷേ അത് അങ്ങനെയല്ല. മോണിറ്റൈസ് ആകാത്ത ചാനലിലും എല്ലാ ചാനൽസിലും ഈ ഓപ്ഷൻ വരുന്നുണ്ട്. കാരണം ഞാൻ സ്വയം മോണിറ്റൈസ് ആകാത്ത പല ചാനൽസിലും ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ ഞാൻ സ്വയം കണ്ടതാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോഴും ആ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് മറ്റൊന്നുകൊണ്ടുമല്ല, യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് റോൾ ഔട്ടായി എല്ലാവരുടെയും ചാനലിൽ അത് എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഇപ്പോൾ അത് കാണാത്തത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനലിലും ആ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ കൊണ്ട് എന്താണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീജിയണൽ ലാംഗ്വേജിലോ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്യഭാഷ സംസാരിക്കുന്നവരുടെ മുന്നിലേക്കും നമ്മുടെ ഈ വീഡിയോയെ യൂട്യൂബ് അയക്കും. അപ്പോൾ അവർ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഷയിലേക്ക് നമ്മുടെ ഈ വീഡിയോയെ ഡബ് ചെയ്ത് അവിടെ പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ വ്യൂസ് കൂട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഉദ്ദേശശുദ്ധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അവിടെ വ്യൂസ് കൂടിയെന്നല്ല, മറിച്ച് വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. വളരെയധികം വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണവും ഞാൻ അന്വേഷിച്ചു, ഒരുപാട് ആലോചിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ മലയാളത്തിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തംബ്നെയിലും മലയാളം ഉണ്ടായിരിക്കും, മലയാളം ടെക്സ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ അതിൻ്റെ ടൈറ്റിലും മലയാളവും ടെക്സ്റ്റും, മലയാളത്തിൽ തന്നെ ടെക്സ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അന്യഭാഷ സംസാരിക്കുന്നവരുടെ മുന്നിൽ എത്തുമ്പോൾ അവർ കാണുന്നത് എന്താണ്? മലയാളത്തിൽ എഴുതിയിട്ടുള്ള തംബ്നെയിൽ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ. അപ്പോൾ അവരിതിനെ ക്ലിക്ക് ചെയ്യണമെന്നുള്ള ഓരോ ഉറപ്പും ഇല്ല. ഞാൻ നോക്കിയിടത്തോളം 99.9% അവരിതിനെ ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റീച്ച് തരുന്നുണ്ട്, പക്ഷേ അവരിതിനെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അവിടെ ക്ലിക്ക് ത്രൂ റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ CTR അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ CTR അവിടെ കുറയുന്നതിനനുസരിച്ച് യൂട്യൂബ് നമ്മുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മുന്നിലേക്ക് പോലും ചിലപ്പോൾ നമ്മുടെ വീഡിയോ പിന്നീട് യൂട്യൂബ് അയക്കത്തില്ല. ചിലപ്പോഴൊന്നല്ല, CTR കുറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുന്നിലേക്ക് അയക്കത്തില്ല. അപ്പോൾ കൂടുതൽ റീച്ച് നമുക്ക് അവിടെ കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വ്യൂസും അവിടെ കുറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. അബദ്ധത്തിൽ ഏതെങ്കിലും അന്യഭാഷ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ വീഡിയോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ വീഡിയോ പ്ലേ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മിസ്മാച്ച് ആയിട്ടുള്ള ആ ഒരു ലിപ്സിങ്ങും അതിനനുസരിച്ച് വരുന്ന അവരുടെ ലാംഗ്വേജും, ഈ കാരണം കൊണ്ടും അവർ ആ വീഡിയോ എത്രയും പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെ കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ ആവറേജ് വ്യൂ ഡയറക്ഷനും അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ ആവറേജ് വ്യൂ ഡയറക്ഷൻ കുറഞ്ഞാലും യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ വീഡിയോസിനെ അയക്കത്തില്ല, റീച്ച് കുറയും. റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസും അവിടെ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഓപ്ഷൻ യൂട്യൂബിൻ്റെ ഉദ്ദേശശുദ്ധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള തംബ്നെയിലും അതേപോലെയുള്ള റീജിയണൽ ലാംഗ്വേജിലുള്ള ടൈറ്റിലുമായി നമ്മുടെ വീഡിയോ മറ്റൊരാളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് അവിടെ വ്യൂസ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വ്യൂസ്, മലയാളികൾ കണ്ട് കിട്ടുന്ന ആ വ്യൂസ് പോലും നമുക്ക് കുറഞ്ഞു പോകും. ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. നിങ്ങൾ ഈ ഓട്ടോ ഡബിംഗ് ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യണോ, അതോ ഇതിനെ ഓഫ് ചെയ്ത് വെച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുകയല്ല ഇത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. ഇത് എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എനിക്ക് നിങ്ങളോടും ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കമൻസും ഇതിൽ എന്നെ അറിയിക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.